എറണാകുളം കുട്ടമ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയുടെ ജഡം കരയ്ക്കടുപ്പിച്ചു. ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്ത് വച്ചാണ് പിടിയാനയുടെ ജഡം കരയ്ക്കടുപ്പിച്ചത്. ഇന്ന് രാവിലെയാണ് ഒഴുക്കിൽപ്പെട്ട നിലയിൽ കാട്ടാനയെ കണ്ടത്. രാത്രി പുഴ നീന്തി കടക്കാൻ ശ്രമിക്കവേ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടതെന്നാണ് നിഗമനം. ആസിഫ് മുമ്പുണ്ട്, നമുക്കിപ്പം ആസിഫ് വിവരങ്ങൾ. സേതുലക്ഷ്മി, അല്പം മുമ്പാണ് കുട്ടമ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയുടെ ജഡം കരക്കടുപ്പിച്ചത്. ഇന്ന് രാവിലെ 9 കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാനയെ ഒഴുകിപ്പോകുന്ന നിലയിൽ പൂയംകുട്ടി ഭാഗത്തു നിന്ന് ബ്ലാവന ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്ന നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് അത് ചരിഞ്ഞ നിലയിലാണ് കാട്ടാന ഉള്ളത് എന്ന് വനംവകുപ്പ് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതിനെ കരക്കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇപ്പം ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്ത് വെച്ചാണ് പിടിയാനയുടെ ജഡം കരക്കടുപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 9 കൂടി നാട്ടുകാരാണ് ആദ്യം ഈ കാട്ടാന ഒഴുകിപ്പോകുന്ന വിവരം ശ്രദ്ധയിൽപ്പെടുകയും വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. പിന്നീട് വനംവകുപ്പ് പല ഭാഗങ്ങളിൽ നിരീക്ഷിച്ചെങ്കിലും അതിന് ജീവനില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയായിരുന്നു. അല്പം മുമ്പ് ഫയർഫോഴ്സും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്ത് വെച്ച് പിടിയാനയുടെ ജഡം കരക്കടുപ്പിച്ചത്. രാത്രിയിൽ പുഴ നീന്തി കടക്കാൻ ശ്രമിക്കവേ മലവെള്ളപ്പാച്ചിൽപ്പെട്ടതാണ് എന്നാണ് നിഗമനം. കാരണം ഇന്നലെ ഈ ഒരു മേഖലയിൽ വനമേഖലയിൽ വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കാട്ടാന ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലിൽ പെടുകയായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. ഇനി അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. പിടിയാനയാണ് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലിൽ പെടുകയും ഇപ്പോൾ പിന്നീട് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ജഡം ഇപ്പോൾ കരയ്ക്കേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ശരി ആസിഫ്, വ്യക്തമാണ്.